ഗോകുലം ഗോപാലൻ ഇ.ഡി. ഓഫീസിൽ ഹാജരായി. നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് കൊച്ചി ഇ.ഡി. ഓഫീസിൽ ഹാജരായത്. ഗോകുലം ഓഫീസിൽ ഇ.ഡി. നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സാലി, എമ്പുരാന്റെ നിർമ്മാതാവ് എന്ന നിലയിലായിരുന്നു ഇ.ഡിയുടെ നീക്കം. എന്തൊക്കെയാണ് ഇന്ന് ഹാജരായ വേളയിൽ നൽകാനുള്ള വിവരം? അത് അജിംഷാദ്, എമ്പുരാൻ സിനിമാ വിഭാഗത്തിന് മുന്നിൽ നമുക്ക് അറിയുന്ന പോലെ ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഇ.ഡി. കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും ഒക്കെ ഇ.ഡി. പരിശോധന നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. കൊച്ചി യൂണിറ്റ് ഇ.ഡി. കൊച്ചി യൂണിറ്റ് ആയിരുന്നു ഇതിന്റെ അന്വേഷണം. തുടർന്ന് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് നേരിട്ട് ഹാജരാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകിയതും ഇന്ന് അല്പം മുമ്പ് ഗോകുലം ഗോപാലൻ ഇ.ഡിയുടെ കൊച്ചി യൂണിറ്റ് ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ചതനുസരിച്ച് താൻ ഹാജരായത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒക്കെ നിലനിൽക്കുകയാണ്. കൊച്ചി യൂണിറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇ ഡി ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ, വീട് ഒക്കെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാണ് നിഗമനം. ഏതായാലും ഇനി എന്താണ് നടപടി എന്നാണ് അറിയേണ്ടത്. ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണോ, ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന ഏതെങ്കിലും കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നൊക്കെ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാനാണ് നോട്ടീസ്. അതിനനുസരിച്ച് ഉച്ചയോടെ അദ്ദേഹം ഇ.ഡി. ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി സാലി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മറുപടി? അതായത് ഈ ഇത്ര കോടികൾ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള പല വിധത്തിലുമുള്ള ഫെമ നിയമം അടക്കമുള്ളവ ചാർത്തിയായിരുന്നു. ഈ ഫെമ നിയമം ലംഘനം നടത്തി എന്നൊക്കെയുള്ളതായിരുന്നു ഇ.ഡിയുടെ ചാർജുകൾ. ഒരുപക്ഷെ അതിനൊക്കെ കൃത്യമായ മറുപടി ഇന്ന് ഗോകുല ഗോപാലൻ നൽകിയേക്കും, അല്ലേ സാലി? അറിയാനാകുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചു. ഈ ഗോകുല ഗോപാലൻ 592.45 കോടി രൂപ കൊണ്ട് സ്വീകരിച്ചു. ഫെമ നിയമത്തിന്റെ ലംഘനമാണെന്നൊക്കെയാണ് ഇ.ഡിയുടെ വാദം. അതൊരു വാർത്താക്കുറിപ്പായി തന്നെ ഇ.ഡി. പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം അത് തന്നെയാണോ, അതോ എമ്പുരാൻ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ നിർമ്മാതാവ് എന്ന തീർച്ചയായും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും ഒക്കെ ഈ ആദായ നികുതി വകുപ്പും ഇ.ഡിയും ഒക്കെ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും ഇതിലെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സാലി മുഹമ്മദ് നൽകിയത്.